നെക്സ്റ്റ് മോട്ടിവേഷൻ തിയറി ആണ് ERG തിയറി. ക്ലൈറ്റൺ പോൾ ആൾഡർഫർ ആണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ERG theory means existence, relatedness, growth theory. The existence need in this theory refers to the physiological and security needs of Maslow. Related needs refers to the belongingness and esteem needs. Growth need refers to both self-esteem and self-actualization need. Although ERG theory assumes that motivated behavior follows a hierarchy in somewhat the same fashion as suggested by Maslow, there are two important differences. Existence, relatedness, growth theory ആണ് ക്ലൈറ്റൺ പോൾ ആൾഡർഫറിന്റെ ERG തിയറി പറയുന്നത്. അതിൽ എക്സിസ്റ്റന്റ് നീഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിന്റെ ഫിസിയോളജിക്കൽ ആൻഡ് സെക്യൂരിറ്റി, മാസ്ലോന്റെ ഫിസിയോളജിക്കൽ ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് ആണ് എക്സിസ്റ്റൻസ് നീഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റിലേറ്റഡിൽ മാസ്ലോന്റെ എസ്റ്റീം നീഡും അതുപോലെ തന്നെ ഗ്രോത്തിൽ സെൽഫ് എസ്റ്റീമും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡുമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ മാസ്ലോന്റെ തിയറിയും അതുപോലെ തന്നെ ERG തിയറിയും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. Firstly, ERG theory suggests that more than one kind of need might motivate a person at the same time. ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ERG തിയറി പറയുന്നത് more than one kind of need motivate a person at the same time. ഒരേ സമയത്ത് തന്നെ ഒരു ഇൻഡിവിജ്വലിന് രണ്ടോ മൂന്നോ നീഡുകൾ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. For example, it allows for the possibility that people can be motivated by a desire for money, friendship, and opportunity to learn new skill at all the same time. അതായത് നമുക്ക് എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള മണി ആ നീഡ് ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ ഗ്രോത്തും ഒക്കെ നമ്മൾ ഒരേ സമയം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ERG തിയറിന്റെ ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. മാസ്ലോന്റെ നീഡ് പറയുന്നത് ഒരു നീഡ് കഴിഞ്ഞിട്ടാണ് മറ്റേ നീഡ് വരുന്നത്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, ഒരേ സമയം തന്നെ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും മോർ ദാൻ വൺ കൈൻഡ് ഓഫ് നീഡ് ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മണി ആവശ്യമുള്ളപ്പോൾ, ഫിനാൻഷ്യൽ നീഡ് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ ഗ്രോത്തും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ്, സെക്കൻഡ്ലി ERG തിയറി ഹാസ് എൻ എലമെന്റ് ഓഫ് ഫ്രസ്ട്രേഷൻ, റിഗ്രഷൻ ദാറ്റ് ഈസ് മിസ്സിംഗ് ഫ്രം മാസ്ലോസ് നീഡ് ഹയറാർക്കി. Maslow maintained the need must be satisfied before an individual can progress to needs at a higher level. For example, from security needs to belongingness. This is termed as satisfaction progression process. Although ERG theory includes this process, it also suggests that if needs remain unsatisfied at some higher level, the individual will become frustrated and regress to lower level and will begin to pursue by money is rewarded a pay rise to satisfy these needs. Then he attempts to establish more friendship to satisfy relatedness needs. If for some reason an employee finds that it is impossible to become better friends with the other in workplace, he may eventually become frustrated and regress to being motivated to earn even for money. This is termed as frustration regression process. ERG തിയറിയിൽ ഫ്രസ്ട്രേഷൻ റിഗ്രഷൻ പ്രോസസ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. ഈ എലമെന്റ് നമ്മുടെ മാസ്ലോന്റെ നീഡ് ഹയറാർക്കി തിയറിയിലില്ല. മാസ്ലോ പറയുന്നത് ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ഇൻഡിവിജ്വൽ അടുത്ത ലെവലിലേക്ക് പോകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ദിസ്
ആ ടേമിനെയാണ് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ പ്രോഗ്രഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ERG തിയറിയിൽ ഈ പ്രോസസ് ഉണ്ടെങ്കിലും ഈ ERG തിയറി കുറച്ചും കൂടി പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഏതെങ്കിലും ഹയർ ലെവലിൽ നീഡ്സ് അൺസാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ ആ ഇൻഡിവിജ്വൽ ഫ്രസ്ട്രേറ്റഡ് ആകും. നമ്മുടെ ലോവർ ലെവൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് അയാൾക്ക് ലോവർ ലെവൽ നീഡ്സ് എഗെയിൻ പെർസ്യൂ ചെയ്യേണ്ടി വരും. ഇതിനൊരു എക്സാമ്പിൾ ആണ്, ഒരു വർക്കർ പ്രീവിയസ്ലി മണി മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടൊരു പേ ഇൻക്രീസ് ആണ് അയാൾക്ക് കൊടുക്കേണ്ടത് അയാളുടെ അഡീഷണൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അവിടെ ആദ്യത്തെ മണി എന്ന് പറയുന്ന നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾക്ക് അഡീഷണൽ ലെവൽ കൂടുന്ന സമയത്ത്, അടുത്ത നീഡ് വരുന്ന സമയത്ത് ആ നീഡ് അയാൾക്ക് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ ആ ലോവർ ലെവലിലേക്ക് പോകുന്നതായിരിക്കും. Then he attempts to establish more friendship to satisfy relatedness need. റിലേറ്റഡ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ മോർ ഫ്രണ്ട്ഷിപ്പ് വേണം എന്നാണ് ERG തിയറി പറയുന്നത്. ഒരു എംപ്ലോയിക്ക് വർക്കിംഗ് ഓർഗനൈസേഷനിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലെങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ് ആവുമെന്നാണ് ഈ തിയറി പറയുന്നത്. അപ്പോൾ ഈ തിയറിയിൽ രണ്ട് ഡിഫറൻസ് ആണുള്ളത്. ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് ഒരേ സമയം ഒന്നിൽ കൂടുതൽ നീഡ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ERG തിയറി പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഫ്രസ്ട്രേഷൻ ട്രിഗ്രഷൻ പ്രോസസ് ഉണ്ട്. ഈ ഫ്രസ്ട്രേഷൻ ട്രിഗ്രഷൻ പ്രോസസ്സ് മാസ്ലോന്റെ തിയറിയിൽ മിസ്സിംഗ് ആണ്. ERG theory emphasizes on the following key points regarding needs. Some needs may be important than others. People may change their behavior after any particular sets of needs has been satisfied. ERG theory രണ്ട് പോയിന്റുകൾ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില നീഡ്സ് നമുക്ക് മറ്റുള്ള നീഡ്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഒരു പർട്ടിക്കുലർ നീഡ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ബിഹേവിയറും ചേഞ്ച് ചെയ്യും എന്നാണ് ERG തിയറി പറയുന്നത്. ഡുവൽ സ്ട്രക്ചർ അപ്രോച്ച് ടു മോട്ടിവേഷൻ. നെക്സ്റ്റ് മോട്ടിവേഷൻ തിയറിയാണ് ഡുവൽ സ്ട്രക്ചർ അപ്രോച്ച് ടു മോട്ടിവേഷൻ അല്ലെങ്കിൽ 2 factor തിയറി. Another popular need-based approach to motivation is dual structure approach developed by Frederick Herzberg. This is also known as 2 factor theory. Herzberg developed this approach after interviewing 200 accountants and engineers in Pittsburgh. He asked them to record such occasion when they had been satisfied and less motivated. He found that entirely different sets of factors were associated with satisfaction and dissatisfaction. For instance, an individual who identified low pay as causing dissatisfaction did not necessarily mention high pay as cause of satisfaction. Instead, several other factors such as recognition or accomplishment were cited as causing satisfaction. ഈ ഡുവൽ സ്ട്രക്ചർ തിയറിക്ക്, ഹേഴ്സ്ബർഗിന്റെ ഡുവൽ സ്ട്രക്ചർ തിയറിക്ക് പറയുന്ന മറ്റൊരു പേരാണ് 2 factor തിയറി. ഈ തിയറി ഹേഴ്സ്ബർഗ് ഡെവലപ്പ് ചെയ്തത് 200 അക്കൗണ്ടൻസിനെയും എഞ്ചിനീയേഴ്സിനെയും പിറ്റ്സ്ബർഗിലുള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്തതിന്റെ ബേസിലാണ്. അദ്ദേഹം അവരോട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള, ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, ലെസ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് റീകോൾ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞ സമയത്ത് അദ്ദേഹം കണ്ടുപിടിച്ചു ഓരോരുത്തരുടെയും ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ഫാക്ടേഴ്സ് ആണ് സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനും കാരണമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലി ലോ പേ ഡിസാറ്റിസ്ഫാക്ഷൻ ആണെന്ന് പറയുന്ന സമയത്ത് തന്നെ അയാൾ ഹൈ പേ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നും പറയുന്നില്ല. പിന്നെ അത് മാത്രമല്ല, പേ മാത്രമല്ല സാറ്റിസ്ഫാക്ഷന് ബേസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് റെക്കഗ്നിഷൻ, അക്കംപ്ലിഷ്മെന്റ് എല്ലാം തന്നെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ അദ്ദേഹത്തിന് മനസ്സിലായത്. ഹേഴ്സ്ബർഗിന്റെ 2 factor തിയറി 200 അക്കൗണ്ടൻസിന്റെയും എഞ്ചിനീയേഴ്സിന്റെയും ഇന്റർവ്യൂ ചെയ്തതിന്റെ ബേസിലാണ് അദ്ദേഹം ഉണ്ടായിട്ടുള്ളത്. അവരോട് അദ്ദേഹം
അവർ സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടുള്ളതും അതുപോലെ ലെസ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ളതും ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള സിറ്റുവേഷൻസ് റീകോൾ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് സാറ്റിസ്ഫാക്ഷൻ്റെയും ഡിസാറ്റിസ്ഫാക്ഷൻ്റെയും ബേസ് നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ഫാക്ടർ അല്ല സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനും ഡീൽ ചെയ്യുന്നത്, അത് ഓരോരുത്തരുടെയും ബേസിൽ ഡിഫറെൻ്റ് ആണെന്ന് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു. This finding suggests that satisfaction and dissatisfaction are at opposite ends of single scale. Employees would therefore be satisfied, dissatisfied or somewhere in between. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എംപ്ലോയീസ് എന്ന് പറയുന്നത് ചിലപ്പം സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ചിലപ്പം ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാകും, അതല്ല എങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള എംപ്ലോയീസും ഉണ്ട്. ഹെർസ്ബർഗ് ഐഡൻറ്റിഫൈഡ് 2 sets of factors responsible for causing either satisfaction or dissatisfaction. These factors influencing satisfaction are called motivational factors or motivators, which are relatedly specific to the job itself, and the factors causing dissatisfaction are called hygiene factors, which are related to work environment in which the job is performed. ഹെർസ്ബർഗ് ഐഡൻറ്റിഫൈ ചെയ്തു 2 ഫാക്ടേഴ്സ് ആണ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ. ഇതാണ് ഉണ്ടാവുന്നത്. ഇതിൽ സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ അദ്ദേഹം മോട്ടിവേഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞു. ഈ മോട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് റിലേറ്റ് ചെയ്യുന്നത് ജോബുമായിട്ട് ആണ്. ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഫാക്ടേഴ്സ് ആണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഹൈജീൻ ഫാക്ടേഴ്സ് ആണ്. ഈ ഹൈജീൻ ഫാക്ടേഴ്സ് റിലേറ്റ് ചെയ്യുന്നത് അയാളുടെ വർക്ക് എൻവയോൺമെന്റ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഹെർസ്ബർഗ് 2 ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്തു, മോട്ടിവേഷണൽ ഫാക്ടേഴ്സും മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഹൈജീൻ ഫാക്ടേഴ്സ്. ഈ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് റിലേറ്റ് ചെയ്യുന്നത് ജോബുമായിട്ടാണ്. രണ്ടാമത് ഹൈജീൻ ഫാക്ടേഴ്സ് വിച്ച് റിലേറ്റ് ചെയ്യുന്നത് വർക്ക് എൻവയോൺമെന്റുമായിട്ടാണ്. ഇനി ഏതൊക്കെയാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് നോക്കാം. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആണ് ജോബുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അച്ചീവ്മെന്റ്സ്. ആ ജോബിൽ അയാൾക്ക് അച്ചീവ്മെന്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ റെക്കഗ്നിഷൻ ഉണ്ടാവുക, അഡ്വാൻസ്മെന്റ് ഉണ്ടാകുക, വർക്ക് തന്നെ അയാളെ മോട്ടിവേറ്റ് ചെയ്യുക, പിന്നെ വർക്കിൽ അയാൾക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് ആണ്. മെയിൻ്റനൻസ് ഫാക്ടേഴ്സിൽ വരുന്നതാണ് കമ്പനി പോളിസീസ്, ടെക്നിക്കൽ സൂപ്പർവിഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻസ് വിത്ത് സൂപ്പർവൈസർ, ഇന്റർപേഴ്സണൽ റിലേഷൻ വിത്ത് പിയേഴ്സ്, ഇന്റർപേഴ്സണൽ റിലേഷൻ വിത്ത് സബോർഡിനേറ്റ്സ്, സാലറി, ജോബ് സെക്യൂരിറ്റി, പേഴ്സണൽ ലൈഫ്, വർക്ക് കണ്ടീഷൻസ്, സ്റ്റാറ്റസ്, ഇതെല്ലാം തന്നെ. ഇതും എംപ്ലോയിക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. കമ്പനി പോളിസീസ്, ടെക്നിക്കൽ സൂപ്പർവിഷൻ, അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയാണ് ഹെർസ്ബർഗിന്റെ മെയിൻ്റനൻസ് ഫാക്ടേഴ്സിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ 2 ഫാക്ടേഴ്സ് ആണ് ഹെർസ്ബർഗിന്റെ തിയറിയിലുള്ളത്, മോട്ടിവേഷണൽ ഫാക്ടേഴ്സും മെയിൻ്റനൻസ് ഫാക്ടേഴ്സും. Based on these findings, Herzberg recognized that managers seeking to motivate employees should first make sure that hygiene factors are taken care and that employees are not dissatisfied with the pay, security and working conditions. Once a manager has eliminated employee dissatisfaction, Herzberg recommends focusing on a different set of factors to increase motivation by improving opportunities for advancement, recognition, advancement and growth. Specifically, he recognized job enrichment as a means of enhancing availability of motivation factors. ഈ ഫൈൻഡിങ്സിന്റെ ബേസിൽ ഹെർസ്ബർഗ് പറയുന്നത് മാനേജേഴ്സ് എംപ്ലോയീസിന് മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഉറപ്പുവരുത്തണം ഹൈജീൻ ഫാക്ടേഴ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ഹൈജീൻ ഫാക്ടേഴ്സ് ഒക്കെ നന്നായിട്ട് മീൻസ് നല്ല ഹൈജീൻ ഫാക്ടേഴ്സ് കെയർ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ മാനേജേഴ്സ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാറുള്ളൂ. കാരണം ഹൈജീൻ ഫാക്ടേഴ്സ് വർക്ക് എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത്
മാനേജേഴ്സ് അങ്ങനെ ഹൈജീൻ ഫാക്ടേഴ്സ് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. എന്നിട്ട് ഉറപ്പ് വരുത്തുക എംപ്ലോയീസ് പേ അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷനിലൊന്നും ഡിസാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കണം എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. ഒരു മാനേജർ ഡിസാറ്റിസ്ഫാക്ഷൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യിക്കാനുള്ള ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇതിൽ റെക്കഗ്നിഷൻ ആവാം, അല്ലെങ്കിൽ ജോബ് എൻറിച്ച്മെൻ്റ് ആകാം, ഇങ്ങനെയെല്ലാം ആകാം. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും വലിയ സജഷൻ ആണ് ജോബ് എൻറിച്ച്മെൻ്റ് എന്ന് പറയുന്നത്. മോട്ടിവേഷൻ ഫാക്ടേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ജോബ് എൻറിച്ച്മെൻറ്റ്. ഇത്രയുമാണ് ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി ഓഫ് മോട്ടിവേഷൻ പറയുന്നത്. അതായത് 2 ഫാക്ടേഴ്സ് ആണുള്ളത്, മോട്ടിവേഷൻ ഫാക്ടേഴ്സും മെയിൻ്റനൻസ് ഫാക്ടേഴ്സ്. ഇതാണ് ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി പറയുന്നത്. അദ്ദേഹം പറയുന്നത് മാനേജേഴ്സ് ഹൈജീൻ ഫാക്ടേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യണം, മോട്ടിവേഷൻ ഫാക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ. അതുപോലെ ജോബ് എൻറിച്ച്മെൻ്റ് ആണ് മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മെത്തേഡ് എന്ന് പറയുന്നത്, അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ജോബ് എൻറിച്ച്മെൻ്റ് ആണ്. നെക്സ്റ്റ്, മക്ഗ്രിഗേഴ്സ് XY തിയറി ഓഫ് മോട്ടിവേഷൻ. ഡഗ്ലസ് മക്ഗ്രിഗർ XY theory of motivation. Douglas McGregor observed 2 diagrammatically opposing viewpoints of managers about their employees. One is negative, called theory X, and another is positive, called theory Y. ഡഗ്ലസ് മക്ഗ്രിഗർ ആണ് തിയറി എക്സും തിയറി വൈയും പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനിൽ മാനേജേഴ്സിൻ്റെ അവരുടെ എംപ്ലോയീസിനെ പറ്റിയിട്ട് പോസിറ്റീവ് ഒപ്പീനിയനും നെഗറ്റീവ് ബിലീഫുണ്ട്. പോസിറ്റീവ് ബിലീഫിനെ നമ്മൾ തിയറി വൈയിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നെഗറ്റീവ് ബിലീഫിന് തിയറി എക്സ് എന്നാണ് പറയുന്നത്. തിയറി എക്സ് ഫോളോയിങ് ദി അസംഷൻസ് ഓഫ് മാനേജേഴ്സ് ഹു ബിലീവ് ഇൻ തിയറി എക്സ് റിഗാർഡിംഗ് ദിയർ എംപ്ലോയീസ്. തിയറി എക്സ് ആണിൽ വിശ്വസിക്കുന്ന മാനേജേഴ്സിന് എംപ്ലോയീസിനെ പറ്റി നെഗറ്റീവ് ഒപ്പീനിയൻ ആയിരിക്കും. അവരുടെ ഒപ്പീനിയൻസ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ഡിസ്ലൈക്ക് വർക്ക്, എംപ്ലോയീസ് മസ്റ്റ് ബി coerced, controlled or threatened to do the work. Employees avoid responsibilities and seek formal direction. Most employees consider job security of job most important of all other factors in the job and have very little ambition. ഇത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തിയറി ആയതുകൊണ്ട് തന്നെ, അതായത് മാനേജേഴ്സിന് നെഗറ്റീവ് ആട്രിബ്യൂട്ട്സ് ആണ് വർക്കേഴ്സിനോടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തിയറി പറയുന്നത് എംപ്ലോയീസ് വർക്ക് ചെയ്യാൻ ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിനെ വർക്ക് ചെയ്യണമെങ്കിൽ കൺട്രോൾ ചെയ്യണം, അതല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരുന്നാലേ അവർ വർക്ക് ചെയ്യുള്ളൂ. എംപ്ലോയീസ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരെ വർക്കൊക്കെ ഫോർമൽ ഡയറക്ഷൻ്റെ ബേസിൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എംപ്ലോയീസ് എല്ലാം തന്നെ, മോസ്റ്റ് എംപ്ലോയീസും ജോബ് ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് കാണുന്നത്. അവർക്ക് വേറെ എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള ജോബായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിലൊന്നും തന്നെ വലിയ അംബിഷൻസ് ഒന്നുമില്ല. അതായത് അവർക്ക് പ്രൊമോഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊന്നും വലിയ ഹൈ അച്ചീവ്മെൻറ്റ്സ് ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ജോബിനെ ഒരു സെക്യൂരിറ്റി മാറ്റർ ആയിട്ട് മാത്രമാണ് കാണുന്നതെന്നാണ് തിയറി എക്സ് പറയുന്നത്. തിയറി വൈ പറയുന്നത് employees love work as play or rest. Employees are self-directed and self-controlled and committed to organizational objective. Employees accept and seek responsibilities. Innovative spirit is not confined to managers alone. Some employees also possess it. തിയറി വൈ പറയുന്നത് എംപ്ലോയീസിന് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അവർ വർക്ക് ചെയ്യുന്നതിന് അവർക്ക് ആരുടെയും ഡയറക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. അവരെന്നെ സ്വയം സെൽഫായിട്ട് ഡയറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ അവർ പെർഫോം ചെയ്യുന്നതാണ് പറയുന്നത്. എംപ്ലോയീസിന് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മാനേജേഴ്സിന് മാത്രമല്ല ഇന്നോവേറ്റീവ് സ്കില്ലുള്ളത്, ചില എംപ്ലോയീസിനും ഈ ഇന്നോവേറ്റീവ് സ്കില്ലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് തിയറി വൈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ആണ്
മാനേജേഴ്സിന് എംപ്ലോയീസിനോടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തിയറി എക്സ് നെഗറ്റീവ് ബിലീഫ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആപ്ലിക്കബിലിറ്റി ഓഫ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. Theory X in its applicability places exclusively reliance upon external control of human behavior, while theory Y relies heavily on self-control and self-direction. Theory X പറയുന്നത് എക്സ്റ്റേണൽ കൺട്രോൾ വേണം എന്നുള്ളതാണ് തിയറി എക്സ് റിലേ ചെയ്യുന്നത്. പക്ഷെ തിയറി വൈ റിലേ ചെയ്യുന്നത് സെൽഫ് കൺട്രോൾ ആണ്. വർക്കേഴ്സ് സെൽഫ് കൺട്രോൾ ആണെന്നാണ് പറയുന്നത്. തിയറി എക്സ് ട്രഡീഷണൽ അപ്രോച്ച് ഓഫ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് ഒരു ട്രഡീഷണൽ അപ്രോച്ചാണ് വർക്കേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. Literally, this theory of behavior is related to organizations that lay hard and rigid standards of work behavior. Some examples of such organizations are organizations that laid specialized elements, established norms of production, design equipment to control workers' pace of work, have rigid rules and regulations that are sometimes very vigorously enforced. Theory X റിജിഡ് ആയിട്ടുള്ള ട്രഡീഷണൽ പോളിസീസുകളൊക്കെ ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യണം, വർക്ക് ബിഹേവിയറിൽ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നാൽ തിയറി വൈ പറയുന്നത് എംപ്ലോയീസിന് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സെൽഫ് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും എന്നാണ് തിയറി വൈ പറയുന്നത്. തിയറി വൈ സ്റ്റേറ്റ് ദാറ്റ് എംപ്ലോയീസ് ഹാവ് സെക്യൂർ ദി കമ്മിറ്റ്മെന്റ് ടു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. This theory places emphasis on satisfaction of employees, and while applying this theory, the use of authority as an instrument of command and control is minimal. Employee exercise self-control and self-direction. അതായത് ഈ തിയറിയിൽ എംപ്ലോയീസ് തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആണ് തിയറി വൈയിൽ. സോ അവർക്ക് വലിയ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആവശ്യമില്ല വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കമാൻഡും കൺട്രോളൊക്കെ മിനിമൽ മതി. അവർ സെൽഫ് ഡയറക്റ്റഡായി സെൽഫ് കൺട്രോൾഡ് ആയിട്ട് ഒരു വർക്ക് പെർഫോം ചെയ്യുന്നതാണ് തിയറി വൈ പറയുന്നത്. The concept of job enlargement, participation and management by objectives are quite consistent with the theory Y. Job enlargement theory, participation theory, management by objectives, ഇതെല്ലാം തന്നെ തിയറി വൈ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. McGregor supports the applicability of motivational theory Y instead of theory X. Organizations should keep in mind that once theory X is employed for organizational working, it is difficult for management to shift it to theory Y all of a sudden. However, with the systematic, judicious and slow steps, shifting in practical applicability of theory X to theory Y usually can be achieved. മെക്ഗ്രിഗർ പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് തിയറി വൈനെയാണ്, തിയറി എക്സിനെ അല്ല. കാരണം തിയറി വൈ ആണ് കുറച്ചും കൂടി എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യുന്ന തിയറിയാണ് തിയറി വൈ എന്ന് പറയുന്നത്. അദ്ദേഹം അതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ തിയറി എക്സ് ആണ് എംപ്ലോയ് ചെയ്യുന്നത് എങ്കിൽ ആ തിയറി എക്സിൽ നിന്ന് തിയറി വൈയിലേക്ക് പെട്ടെന്നൊന്നും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ തിയറി എക്സിൽ നിന്ന് തിയറി വൈയിലൂടെ തിയറി വൈയിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസേഷന് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നല്ല എഫിഷ്യൻ്റായി അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എക്സ് ഒരു നെഗറ്റീവ് തിയറിയാണ്, വർക്കേഴ്സിനെ അത് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ വൈ എന്ന് പറയുന്നത് വർക്കേഴ്സിന് വിശ്വസിക്കുന്ന ഒരു തിയറിയാണ്, വർക്കേഴ്സ് എഫിഷ്യൻ്റ് ആണെന്ന് പറയുന്ന ഒരു തിയറിയാണ്, പോസിറ്റീവ് തിയറിയാണ് തിയറി വൈ. ഇതാണ് മെക്ഗ്രിഗേഴ്സിൻ്റെ theory X and Y or two-factor theory of motivation. Next, McClernand's need theory of motivation. David C. McClernand and his associate Atkinson have contributed to an understanding of motivation by identifying 3 types of motivating needs. These needs have been classified as need for power, need for affiliation, need for achievement.
മെക്ലെനാർഡ്സിന്റെ നീഡ് തിയറീനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത് നീഡ് ഫോർ പവർ, സെക്കൻഡ് നീഡ് ഫോർ അഫിലിയേഷൻ, തേർഡ് നീഡ് ഫോർ അച്ചീവ്മെന്റ്. First, need for power. According to this theory, need for power, which might be defined as the desire to be influential in a group and control one's environment in an important motivational factors. Research suggests that people with a strong need for power are likely to be superior performers and occupy supervisory positions. Such type of individuals generally look for positions of leadership. They act effectively or outspoken, have a stubborn character and exert authority. ഈ തിയറിയിൽ പറയുന്നത് പവറിന് വേണ്ടിയിട്ടുള്ള ഒരു നീഡ് ഇൻഡിവിജ്വലിന് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു ഗ്രൂപ്പിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവറിനാണ് നീഡ് ഫോർ പവർ എന്ന് പറയുന്നത്. പവറിനോട് നീടുള്ള ആളുകൾ എന്ന് പറയുന്നത് എപ്പോഴും പെർഫോം ചെയ്യുന്ന സമയത്ത് സുപ്പീരിയർ ആയിരിക്കും, അതുപോലെ തന്നെ സുപ്പീരിയർ പെർഫോമേഴ്സും ആയിരിക്കും. ഒരു ഓർഗനൈസേഷനിലെ സൂപ്പർവൈസറി പൊസിഷൻസ് ഒക്കെ അവർ ഓക്യുപ്പൈ ചെയ്യും. അവർ ലീഡർഷിപ്പ് ആണ് എപ്പോഴും, അവർ ഓർഗനൈസേഷനിൽ എപ്പോഴും ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. അവർക്ക് സ്റ്റബോൺ ക്യാരക്ടറും ആയിരിക്കും, അവരെപ്പോഴും അതോറിറ്റി എക്സേർട്ട് ചെയ്യാനായിരിക്കും ഉള്ള ബിഹേവിയറാണ് അവർക്ക് ഉണ്ടാവുക. ആൻഡ് എക്സേർട്ട് അതോറിറ്റി. Next, need for affiliation. The need for affiliation means the desire for human companionship and acceptance. Those with a high need for affiliation often behave the way they think other people want them to, in an effort to maintain friendship. They prefer a job that entails a good deal of social interaction and offers opportunities to make friends. The principal characteristics of such people traits are as follows: desire to like and to be liked, enjoy company and friendship, prefer cooperative situation, excel in group task, star attraction in gathering, leadership qualities. This need is closely associated with a social type of personality who are sociable, friendly, cooperative and understanding. Person with a high motivation for power and affiliation have better chance of becoming good managers. നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ കമ്പാനിയൻഷിപ്പും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഇൻഡിവിജ്വലിനെയാണ് നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുന്നത്. അവർ ഫ്രണ്ട്ഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ ഗുഡ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും. അവർ ആളുകളെ ഇഷ്ടപ്പെടാനും അവർ ആളുകളെ ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും. കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസും ഉണ്ടാവും. ഈ ടൈപ്പ് പേഴ്സൺസ് സോഷ്യബിൾ ആയിരിക്കും, അതുപോലെ തന്നെ മറ്റുള്ളവർ ഫ്രണ്ട്ലിയും കോപ്പറേറ്റീവും ആയിരിക്കും. Person with a high motivation for power and affiliation have better chance of becoming good managers. മോട്ടിവേഷൻ നീഡ് ഫോർ പവറും അതുപോലെ തന്നെ നീഡ് ഫോർ അഫിലിയേഷൻ നീഡും ഒരു ഇൻഡിവിജ്വലിൽ തന്നെ വരികയാണെങ്കിൽ അവർ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജേഴ്സ് ആയിട്ട് മാറും. കാരണം അവർക്ക് ലീഡർഷിപ്പ് പവറും ഉണ്ടാവും, അതുപോലെ തന്നെ ആളുകളോട് നല്ല കോപ്പറേറ്റീവ് ഫ്രണ്ട്ലി ബിഹേവിയറും ഉണ്ടാവും. സോ അവർക്ക് നല്ല രീതിയിൽ ഒരു ഗ്രൂപ്പിനെ മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. Next, need for achievement. People with a high need for achievement always feel ambitious to be successful, are ever prepared to face challenging situations and set of arduous goals for themselves. They are prone to take calculated risks and possess high sense of personal responsibility in getting jobs done. These people are concerned with their progress and feel inclined to put in longer hours of work. Failures never dishearten them and they are always ready to put their best effort for excellent performance.
ഈ ഹൈ അച്ചീവ്മെൻറ്റ് നീഡുള്ള ആളുകളെയാണ് നമ്മൾ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. അവർ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. ഏത് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് വന്നാലും ഫേസ് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ളവരാണ് അവർ പറയുന്ന നീഡ് ഫോർ അച്ചീവ്മെൻ്റ് ഉള്ളവർ. അവർ റിസ്കുകളൊക്കെ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ഒരു ജോബ് ചെയ്യാനുള്ള പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഹൈ സെൻസിലുണ്ടാകും. അവർ എത്ര മണിക്കൂർ വേണമെങ്കിലും പണിയെടുത്തോളും. അവർക്ക് ഒരു ഫെയിലിയർ വന്നാലും അവർ തകർന്നു പോകില്ല. അവർ ആ ഫെയിലിയർ ഓവർകം ചെയ്തിട്ട് അച്ചീവ്മെൻറ്റ് നേടാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും. അതായത് ഹൈലി അച്ചീവ്മെൻറ്റ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. അവരെപ്പോഴും ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തിട്ട് അച്ചീവ്മെൻറ്റ് നേടാൻ വില്ലിങ് ആയിട്ട് അവരുടെ മൈൻഡ് സെറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചവരായിരിക്കും. ഇത് എല്ലാ ടൈപ്പ് റിസ്ക്കും ആക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കും. ഇതാണ് മൂന്നുമാണ് മെക്ലെനാർഡ്സിൻ്റെ നീഡ് തിയറി മോട്ടിവേഷനിൽ പറയുന്നത്. തിയറി മോട്ടിവേഷനിൽ 3 നീഡായിട്ട് നീഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നീഡ് ഫോർ പവർ, നീഡ് ഫോർ അപ്ലിക്കേഷൻ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. പവർ എന്ന് പറഞ്ഞാൽ അതോറിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നീഡിനെയാണ് പറയുന്നത്. അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ കോപ്പറേറ്റീവായിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് അച്ചീവ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് മോട്ടിവേഷൻ തിയറി ഓഫ് മെക്ലെനാർഡ്സ്.